ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? M. ശ്രീശങ്കർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ താരം മലയാളിയായ M. ശ്രീശങ്കറാണ്. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയാണ്. മികച്ച നടി വിൻസി അലോഷ്യസ് ആയിരുന്നു. 2022 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയും നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയുമാണ്. 2022 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഈ സിനിമയുടെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയായിരുന്നു. 2022 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് നൻപകൽ നേരത്ത് മയക്കമാണ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി E.K. നയനാരുടെ പേരിലുള്ള മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ ബർണശ്ശേരിയിൽ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി E.K. നയനാരുടെ പേരിലുള്ള മ്യൂസിയം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ ബർണശ്ശേരിയിലാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം. 2024 മെയ് മാസം മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല എറണാകുളമാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കൊടുക്കുന്നിൽ സുരേഷ്. 8 തവണയാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്നും MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ 2024 മാർച്ച് 31-നുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? കള്ളക്കടൽ. തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ 2024 മാർച്ച് 31-നുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ്. 2023 വെസ്റ്റ് നൈൽ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? എറണാകുളം. 2023 വെസ്റ്റ് നൈൽ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല എറണാകുളമാണ്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. 2024 പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബലേരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? നെൽ കർഷകൻ. 2024 പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബലേരി ഒരു നെൽ കർഷകനായിരുന്നു. 2024 പത്മശ്രീ ലഭിച്ച കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരൻ ആരാണ്? E.P. നാരായണൻ. 2024 പത്മശ്രീ ലഭിച്ച കണ്ണൂരിൽ നിന്നുള്ള തെയ്യം കലാകാരൻ E.P. നാരായണനാണ്. ശാസ്ത്രരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി 2022 നൽകി ബ്രിട്ടൻ ആദരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? വെങ്കി രാമകൃഷ്ണൻ. ശാസ്ത്രരംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് റോയൽ ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതി 2022 നൽകി ബ്രിട്ടൻ ആദരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വെങ്കി രാമകൃഷ്ണനാണ്. 2024 ജനുവരി 13-ന് അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞ ആരാണ്? പ്രഭ ആത്രേ. 2024 ജനുവരി 13-ന് അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞ പ്രഭ ആത്രയാണ്. 2023 സെപ്റ്റംബർ 28-ന് അന്തരിച്ച പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ആരാണ്? M.S. സ്വാമിനാഥൻ. 2023 സെപ്റ്റംബർ 28-ന് അന്തരിച്ച പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ M.S. സ്വാമിനാഥനാണ്. പ്രശസ്ത പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ചതെന്നാണ്? 2022 ഫെബ്രുവരി 6-ന്. പ്രശസ്ത പിന്നണി ഗായിക ലതാ മങ്കേഷ്കർ അന്തരിച്ചത് 2022 ഫെബ്രുവരി 6-നാണ്. 2024 ഫെബ്രുവരി 2-ന് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? N.K. ദേശം. 2024 ഫെബ്രുവരി 2-ന് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ N.K. ദേശമാണ്. അക്ഷരലക്ഷം പരീക്ഷയിലെ റാങ്ക് ജേതാവ് കാർത്യായനിയമ്മ അന്തരിച്ചതെന്നാണ്? 2023 ഒക്ടോബർ 10-ന്. അക്ഷരലക്ഷം പരീക്ഷയിലെ റാങ്ക് ജേതാവ് കാർത്യായനിയമ്മ അന്തരിച്ചത് 2023 ഒക്ടോബർ 10-നാണ്. 2019 നാരി ശക്തി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? കാർത്യായനി അമ്മയ്ക്ക്. 2019 നാരി ശക്തി പുരസ്കാരം ലഭിച്ചത് കാർത്യായനി അമ്മയ്ക്കാണ്. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത ആരാണ്?
കാർത്തിയായനി അമ്മ. കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത കാർത്തിയായനി അമ്മയാണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചതെന്നാണ്. 2023 നവംബർ 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് 2023 നവംബർ 23-നാണ്. പ്രശസ്ത മലയാള സാഹിത്യകാരി പി വത്സല അന്തരിച്ചതെന്നാണ്. 2023 നവംബർ 21. പ്രശസ്ത മലയാള സാഹിത്യകാരി പി വത്സല അന്തരിച്ചത് 2023 നവംബർ 21-നാണ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്നാണ്. 2023 ജൂലൈ 18. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18-നാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ്? ടച്ചിങ് ദ സോൾ. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ടച്ചിങ് ദ സോൾ. പ്രശസ്ത മലയാള നടൻ ഇന്നസെൻ്റ് അന്തരിച്ചത് 2023 മാർച്ച് 26-നാണ്. പ്രശസ്ത മലയാള നടൻ ഇന്നസെൻ്റ് അന്തരിച്ചത് 2023 മാർച്ച് 26-നാണ്. ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ചിരിക്ക് പിന്നിൽ. ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയുടെ പേര് ചിരിക്ക് പിന്നിൽ എന്നായിരുന്നു. 2023 ഫെബ്രുവരി 22-ന് അന്തരിച്ച മോഹിനിയാട്ട നർത്തകി ആരാണ്? കനക് റെലെ. 2023 ഫെബ്രുവരി 22-ന് അന്തരിച്ച മോഹിനിയാട്ട നർത്തകി കനക് റെലെയാണ്. 2023 ഒക്ടോബർ 15-ന് അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? MS ഗിൽ. 2023 ഒക്ടോബർ 15-ന് അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MS ഗില്ലാണ്. 2024 ഫെബ്രുവരി 21-ന് അന്തരിച്ച മുൻ സുപ്രീം കോടതി അഭിഭാഷകൻ ആരായിരുന്നു? ഫാലി എസ് നരിമാൻ. 2024 ഫെബ്രുവരി 21-ന് അന്തരിച്ച മുൻ സുപ്രീം കോടതി അഭിഭാഷകൻ ഫാലി എസ് നരിമാനാണ്. 2023 ജൂൺ 25-ന് അന്തരിച്ച രസാന്തര നോബൽ ജേതാവ് ആരാണ്? ജോൺ ഗുഡിനഫ്. 2023 ജൂൺ 25-ന് അന്തരിച്ച രസാന്തര നോബൽ ജേതാവ് ജോൺ ഗുഡിനഫ് ആണ്. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത്. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്താണ്. പ്രശസ്ത ഫുട്ബോൾ താരം പെലെ അന്തരിച്ചതെന്നാണ്. 2022 ഡിസംബർ 29. പ്രശസ്ത ഫുട്ബോൾ താരം പെലെ അന്തരിച്ചത് 2022 ഡിസംബർ 29-നാണ്. 2024 ഏപ്രിൽ 8-ന് അന്തരിച്ച ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് ആരാണ്? പീറ്റർ W. ഹിഗ്സ്. 2024 ഏപ്രിൽ 8-ന് അന്തരിച്ച ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് പീറ്റർ W. ഹിഗ്സ് ആണ്. 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇബ്രാഹിം റൈസി. 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ്. 2024 അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകനാരായിരുന്നു? റാമോജി റാവു. 2024 അന്തരിച്ച റാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ റാമോജി റാവു ആണ്. 2022 ഓഗസ്റ്റ് 30-ന് അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് ആരായിരുന്നു? മിഖായേൽ ഗോർബച്ചേവ്. 2022 ഓഗസ്റ്റ് 30-ന് അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ അവസാന പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് ആയിരുന്നു. 2024 അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാരാണ്? പങ്കജ് ഉദാസ്. 2024 അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് ആണ്. 2023 സെപ്റ്റംബർ 2-ന് അന്തരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആരാണ്? N. വളർമതി. 2023 സെപ്റ്റംബർ 2-ന് അന്തരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ N. വളർമതിയാണ്. 2023 ഫെബ്രുവരി 4-ന് അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക ആരാണ്? വാണി ജയറാം. 2023 ഫെബ്രുവരി 4-ന് അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക വാണി ജയറാമാണ്. 2022 സെപ്റ്റംബർ 28-ന് അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. 2022 സെപ്റ്റംബർ 28-ന് അന്തരിച്ച ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. 2023 അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കഥകളി സംഗീതം. 2023 അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞനായിരുന്നു. 2023 ജൂലൈ 31-ന് അന്തരിച്ച മുൻ കേരള നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? വക്കം പുരുഷോത്തമൻ.
2023 ജൂൺ 31 അന്തരിച്ച മുൻ കേരള നിയമസഭാ സ്പീക്കർ വക്കം പുരുഷോത്തമനാണ്. 2023 ജൂലൈ 7 അന്തരിച്ച പ്രശസ്ത ചിത്രകാരനാരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരി. 2023 ജൂലൈ 7 അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. 2024 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ്? റിമാൽ. 2024 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റിമാൽ. റിമാൽ എന്ന ചുഴലിക്കാറ്റിന് ഈ പേര് നൽകിയ രാജ്യം ഒമാനാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ്? തേജ്. പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. ഈ ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ്? മിഥിലി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഥിലിയാണ്. പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ബിബോർജോയ്. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ ബിബോർജോയ്ക്ക് ആ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. 2023 തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച വാഴപ്പഴം ഏതാണ്? മട്ടി വാഴപ്പഴം. 2023 തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച വാഴപ്പഴം മട്ടി വാഴപ്പഴമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് MS ധോണിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് MS ധോണിയാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ S. അയ്യർ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S. അയ്യറാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? MA റഷീദ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ MA റഷീദാണ്. ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ്? CR ലൈജുമോൾ. ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത CR ലൈജുമോളാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ KV മനോജ് കുമാറാണ്. കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ. കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V. ഹരി നായർ. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V. ഹരി നായറാണ്. കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? P. സതീദേവി. കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ P. സതീദേവിയാണ്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് ആരാണ്? U. ഷറഫ് അലി. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് U. ഷറഫ് അലിയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? MS സ്വാമിനാഥൻ, ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി എന്നിവരാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ MS സ്വാമിനാഥൻ, ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി എന്നിവരാണ്. 2024 പത്മശ്രീ ലഭിച്ച EP നാരായണൻ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? തെയ്യം കലാകാരൻ. 2024 പത്മശ്രീ ലഭിച്ച EP നാരായണൻ തെയ്യം കലാകാരനാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് സിനിമാ നടൻ ആരാണ്? അക്ഷയ് കുമാർ. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാറാണ്.
UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി ഏതാണ്? മൻ കി ബാത്ത്. UN ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ആണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? MR ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ MR ബൈജു ആണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീമാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആരാണ്? പള്ളിയറ ശ്രീധരൻ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപവൽക്കരണം ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? സുരേഷ് ദാസ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപവൽക്കരണം ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ് ആണ്. കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ ആരാണ്? MK സക്കീർ. കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ 54ാമത് ജൂറി ചെയർമാൻ ആരായിരുന്നു? സുധീർ മിശ്ര. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ 54ാമത് ജൂറി ചെയർമാനായിരുന്നത് സുധീർ മിശ്രയാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? B അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനാണ്. കേരളത്തിൽ പുതുതായി നിയമിതയായ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ മുരളീധരൻ. കേരളത്തിൽ പുതുതായി നിയമിതയായ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ്. കേരള നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. കേരള നിയമസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗോപിനാഥ് മുതുകാട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? V ശിവൻകുട്ടി. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ്. യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി 2024 നിയമിതയായത് ആരാണ്? കരീന കപൂർ. യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി 2024 നിയമിതയായത് കരീന കപൂറാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലന 2024 ചുമതലയേറ്റ ആരാണ്? ഗൗതം ഗംഭീർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി 2024 ചുമതലയേറ്റത് ഗൗതം ഗംഭീറാണ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി ആരാണ്? AS രാജീവ്. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി AS രാജീവാണ്. സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ആരാണ്? സുരേഷ് ഗോപി. സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് സുരേഷ് ഗോപിയാണ്. 2023 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ശക്തി കാന്തദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തി കാന്തദാസാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്.
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യയിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. ന്യൂഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. 2023 ഫ്രാൻസിലെ ബാസ്റ്റിൽ ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് ആരാണ്? നരേന്ദ്രമോദി. 2023 ഫ്രാൻസിലെ ബാസ്റ്റിൽ ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് നരേന്ദ്രമോദിയാണ്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ധനമന്ത്രി ആരാണ്? KN ബാലഗോപാൽ. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ധനമന്ത്രി KN ബാലഗോപാലാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ്? രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹനാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. 2024 നടന്ന ICC T20 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. USA, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിലായി 2024 നടന്ന ICC T20 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. 2024 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. 2024 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം ഏതാണ്? MiG-29K. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം MiG-29K ആണ്. ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കുന്നതിനായി KSRTC ആരംഭിച്ച സംവിധാനം ഏതാണ്? ചലോ ആപ്പ്. ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കുന്നതിനായി KSRTC ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ അടുത്ത് ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? അശ്വിൻ ശേഖർ. ഈ അടുത്ത് ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര് അശ്വിൻ ശേഖർ എന്നാണ്. നീല സൂപ്പർ ജയൻ്റ് നക്ഷത്രങ്ങളുടെ രൂപകരണത്തിന് കാരണം കണ്ടെത്തിയ IAC ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ ആതിര മേനോൻ. നീല സൂപ്പർ ജയൻ്റ് നക്ഷത്രങ്ങളുടെ രൂപകരണത്തിന് കാരണം കണ്ടെത്തിയ IAC ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ആതിര മേനോനാണ്. തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് പ്രോബ്. ജപ്പാൻ്റെ ലിഗ്നോസാറ്റ് പ്രോബാണ് തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവറൻസിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിത ആരാണ്? ഡോക്ടർ സ്വാതി മേനോൻ. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ പെർസിവറൻസിൽ അംഗമായ ഇന്ത്യൻ അമേരിക്കൻ വനിത ഡോക്ടർ സ്വാതി മേനോനാണ്. ഗഗൻയാൻ ദൗത്യത്തിൽ ഭാഗമാകുന്ന യാത്രികരിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന യാത്രികരിൽ ഉൾപ്പെട്ട ഏക മലയാളി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം LVM-3 M4 റോക്കറ്റാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം LVM-3 M4 റോക്കറ്റാണ്. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം ഏതാണ്? തിരങ്ക. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെടുന്നത് തിരങ്ക എന്നാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? SR ബിജു. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏതാണ്? കോട്ടയം. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോട്ടയമാണ്. ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം ഏതാണ്? ആകാശമിഠായി. ബേപ്പൂരിൽ സ്ഥാപിതമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമാണ് ആകാശമിഠായി. 2023 മെയ് 7 ബോട്ടപകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം. 2023 മെയ് 7
ബോട്ട് അപകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. 2024 നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ്. 2024 നടന്ന കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാനം നേടിയ മലയാളി ആരാണ്? KG പൗലോസ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാനം ലഭിച്ച മലയാളി KG പൗലോസാണ്. 2023 G20 ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിങ്ങിന് വേദിയായത് കുമരകമാണ്. 2023 G20 ഉച്ചകോടിയിൽ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിങ്ങിന് വേദിയായത് കോട്ടയം ജില്ലയിലെ കുമരകമാണ്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24 കേന്ദ്ര മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി? പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകം ടൂറിസവും. കേന്ദ്ര മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി? പെട്രോളിയം ആൻഡ് പ്രകൃതിവാതകവും ടൂറിസവും. കേന്ദ്ര മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് മലയാളിയായ ജോർജ് കുര്യൻ? ന്യൂനപക്ഷകാര്യവും ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. കേന്ദ്ര മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ? ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. 2023 സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ജോൺ ഫോസെ. 2023 സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസയ്ക്കാണ്. 2023 സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? നർഗീസ് മുഹമ്മദി. 2023 സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ക്ലൗഡീന ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ക്ലൗഡീന ഗോൾഡിനാണ്. 2023 65ാമത് രമൺ മാഗ്സസെ അവാർഡ് ജേതാവായ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. 2023 65ാമത് രമൺ മാഗ്സസെ അവാർഡ് ജേതാവായ ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണനാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായതാരാണ്? കിലിയൻ മർഫി. നടി എമ്മ സ്റ്റോണുമായിരുന്നു. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കിലിയൻ മർഫിയെയും നടിയായി തിരഞ്ഞെടുത്തത് എമ്മ സ്റ്റോണിനെയുമാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. അതുപോലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനെയാണ്. മിയാവാക്കി എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. മിയാവാക്കി എന്ന ജപ്പാൻ രീതി ഉപയോഗിച്ച് വനവൽക്കരണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ സംസ്ഥാനം തെലുങ്കാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണിയെടുപ്പിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം പണിയെടുപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 2023 പാട്ടഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ കോളനി ഏതാണ്? പാലക്കാട് ജില്ലയിലെ വാൽമുട്ടി കോളനി. 2023 പാട്ടഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ കോളനി പാലക്കാട് ജില്ലയിലെ വാൽമുട്ടി കോളനിയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ബ്ലസ്സി. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്? 2023. ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250ാം വാർഷികം ആഘോഷിച്ചത് 2023 വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് കൊളംബിയൻ ആമസോണിൽ കാണാതായ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹോപ്പ്. മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2023 ഏപ്രിൽ 3. മൊബൈൽ ഫോൺ കണ്ടെത്തിയതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചതെന്നാണ്? 2023 ഏപ്രിൽ 3.
2023 ലോക ശ്രവണ ദിനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി ആരാണ്? റിസ്വാന. 2023 ലോക ശ്രവണ ദിനത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി റിസ്വാനയാണ്. ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി 2023 ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? USA. ദീപാവലി പൊതു അവധിയാക്കുന്നതിനായി 2023 ബില്ല് അവതരിപ്പിച്ച രാജ്യം USA ആണ്. ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ദിവസം ഏതാണ്? തിങ്കൾ. ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ദിവസം തിങ്കളാണ്. 2022 ഇസ്രയേലുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ബഹ്റിൻ. 2022 ഇസ്രയേലുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഗൾഫ് രാജ്യം ബഹ്റിനാണ്. റുപ്പേ കാർഡ് ആദ്യമായി പുറത്തിറക്കിയ ഗൾഫ് രാജ്യം ഏതാണ്? UAE. റുപ്പേ കാർഡ് ആദ്യമായി പുറത്തിറക്കിയ ഗൾഫ് രാജ്യം UAE ആണ്. എംപോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. എംപോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച രോഗം മങ്കി പോക്സ് ആണ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം ഏതാണ്? മങ്കി പോക്സ്. 2022 ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രോഗം മങ്കി പോക്സ് ആണ്. 2024 യൂറോ കപ്പ് ജേതാക്കൾ സ്പെയിനാണ്. 2024 യൂറോ കപ്പ് നടന്നത് ജർമ്മനിയിൽ വെച്ചാണ്. ജേതാക്കൾ സ്പെയിനാണ്. 2024 കോപ്പ അമേരിക്ക ജേതാക്കൾ അർജൻറ്റീനയാണ്. വേദി USA ആയിരുന്നു. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നത് USAയിലും ജേതാക്കൾ അർജൻറ്റീനയുമാണ്. 2023 നടന്ന ചെസ് വേൾഡ് കപ്പിൽ 2ാം സ്ഥാനം നേടിയത് പ്രജ്ഞാനന്ദയാണ്. 2023 നടന്ന ചെസ് വേൾഡ് കപ്പിൽ 2ാം സ്ഥാനം നേടിയത് പ്രജ്ഞാനന്ദയാണ്. ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 4. ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആയിരുന്നു. കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? കാഞ്ഞിരം. കാസർഗോഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 17. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17 ആണ്. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ്? പച്ചക്കുതിര. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.